വീടിന് മുൻപിൽ കെ.എസ്.ആർ.ടി.സി ബസ് നിർത്തിയില്ലെന്നാരോപിച്ച് ഡ്രൈവർക്ക് മർദ്ദനം. യാത്രക്കിടെയാണ് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത്. തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത്. വീടിന് മുന്നിൽ ബസ് നിർത്തിയില്ലെന്ന് പറഞ്ഞാണ് കോഴിക്കോട് തിരുവമ്പാടിയിൽ നിന്നും കക്കാടൻപൊയിലിലേക്ക് പോകുകയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സിലെ ഡ്രൈവർ പ്രകാശനെ മങ്കയം സ്വദേശി എബ്രഹാം മർദ്ദിച്ചത്. ബസ് വീടിന് മുന്നിലെത്തിയപ്പോൾ എബ്രഹാം ബെല്ലടിച്ചെങ്കിലും ഇടുങ്ങിയ റോഡിൽ നിർത്താതെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു. ഡ്രൈവർ പ്രകാശന്റെ തോളലിന് പരിക്കേറ്റു. അപ്രതീക്ഷിതമായി മർദ്ദനമേറ്റതോടെ ബസ്സിന്റെ നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത പറമ്പിൽ ചെന്ന് നിൽക്കുകയായിരുന്നു. എൻ്റെ പുറകിൽ എന്തോ പെട്ടെന്ന് ശക്തിയായിട്ട് അടിക്കുന്നത്. അപ്പം എൻ്റെ കോളർ പിടിച്ചു. അന്നേരം ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല വണ്ടി എൻ്റെ അടുത്ത് നിയന്ത്രണം വിട്ട് റോഡിന് പുറത്തേക്ക് പോയി. അല്ല വണ്ടി പെട്ടെന്ന് ഞാൻ നിയന്ത്രിച്ച് നിർത്തി. അന്നേരം തന്നെ വണ്ടി റോഡിന് പുറത്ത് പോയി നിർത്തി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ എന്നെ മർദ്ദിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് ഇയാൾ ഡോറിൽ കൂടി ഇറങ്ങി ചീത്ത വിളിച്ചുകൊണ്ട് ഓടി പോവുകയാണ് ചെയ്തത്. കണ്ടക്ടറെ ഞാൻ ഈ കാര്യങ്ങൾ അന്നേരം തന്നെ കണ്ടക്ടർ വന്ന് പുള്ളി ഇത് ഒരിക്കലും എന്നെ ആക്രമിക്കുമെന്നുള്ള ഒരു കാര്യങ്ങൾ കണ്ടക്ടർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ബെല്ലടിച്ച് അവിടെ നിർത്തില്ല, എനിക്ക് ഇവിടെ ഒന്ന് നിർത്തി തരുമെന്ന് പറഞ്ഞാൽ പല യാത്രക്കാരും നമ്മുടെ അടുത്തേക്ക് വരലുണ്ട്. അങ്ങനെ ആയിരിക്കുന്നത്. പക്ഷേ ഇയാൾ വരികയും എന്നെ പെട്ടെന്ന് ആക്രമിക്കുകയാണ് ചെയ്തത്. മർദ്ദനത്തെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട പ്രകാശനെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ ഡ്രൈവറുടെ പരാതിയിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.